പഠിച്ചവരല്ല, നാം ആരും പഠിപ്പുള്ളവരല്ല, പഠിച്ചവരല്ല. പക്ഷേ നമ്മൾ പഠിക്കണം. പഠിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന നമ്മളോട് പറഞ്ഞിട്ടുണ്ടാണ്. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതി വമിനൽ അർളി മിഥ്ലുഹുന്ന യതനസ്സലു അംറു ബൈനഹുന്ന ലിതഅലമൂ. അല്ലാഹു 7 ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിച്ചു. ആ ആകാശഭൂമികളിൽ അവന്റെ അംറ്, അവന്റെ കൽപ്പന, അവന്റെ നിയമങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ വിവരമുള്ളവരാകാൻ വേണ്ടി. നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, നിങ്ങൾക്ക് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാചകനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾ മരണം വരെയുള്ള ഇബാദത്തിന്റെ കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് മാനവരുടെ അടുക്കലേക്ക് ഒരാളോട് ചോദിച്ചു, അല്ല മഹാനെ, നിങ്ങൾക്കൊരു വിവരം കിട്ടി, നാളെ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിലക്കൊരു വിവരം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ നാളെ നിങ്ങൾ മരിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരു വിവരം ഏതെങ്കിലും വിധേന നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യം മൂസദാരിയോടാവാം, പാക്കവി ഉസ്താദിനോടും ആവാം, ഇവിടുത്തെ തങ്ങന്മാരോടാവാം, എല്ലാവരോടും നമുക്ക് ചോദിക്കാം, എന്ത് ചെയ്യുമെന്ന്. നാളെ നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിക്കുന്നു പറഞ്ഞാൽ അല്ലാഹു മായത്തിലെ മുഴുവൻ ആളുകൾക്കും ദീർഘായുസ്സത്തെ പ്രദാനം ചെയ്യട്ടെ. ഒരു സാങ്കല്പികമായിട്ട് നിങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും? മരിക്കുമ്പോൾ ഒരു ദിവസം ഈ അങ്ങനെ കിട്ടുന്നു സാപ്പ് നോക്കി ചോദിക്കില്ല. നല്ല കാര്യം. ഇന്ന് സൗകര്യമുള്ളത് കൊണ്ട് ചിലർ വേഗം വിസ എടുത്തിട്ട് അറമിൽ ചെന്ന് അവിടെ മരിക്കാമെന്ന് തീരുമാനിക്കുന്നു, അല്ലേ? ഇപ്പൊ മുന്നത്തെ പോലെ സംഭവം കുറെ ടൈമൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് പോയിട്ട് അറവിലെത്തിയിട്ട് അവിടെ എത്തിക്കാപ്പിരുന്നിട്ട് അവിടെ തവാഫ് ചെയ്തിട്ട് അവിടെ മരിക്കാം, മക്കത്ത് മരിക്കുന്നതിൽ പിന്നുള്ള സംഗതിയാണ്. അങ്ങനെ തീരുമാനിക്കുന്നില്ല. ചില ആളുകൾ അവരുടെ നാട്ടിന്റെ പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കാൻ തിരഞ്ഞെടുക്കുന്നവരുണ്ടാകും. മറ്റ് ചില ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ വെച്ചിരിക്കുന്ന നിസ്കാരം കുറെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരത്തിലായി മരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് നാളെ മരിക്കുന്നതല്ലേ, ഇതിന് ചോറ് വേണം, ചായ വേണം, നിങ്ങൾക്ക് വേണം, ആർക്ക് എന്ത് വേണം? ഇവിടെ സുഖം വേണം. നാളെ മരിക്കുന്നത് പറഞ്ഞാൽ മൂസദാരിക്ക് എന്ത് ബേജാറുണ്ടാകും? ഇതേപോലെ ഓരോ